മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലും ഉണ്ടായിരുന്ന കുപ്രസിദ്ധരായ 2 രക്ഷാപ്രവർത്തകരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുതിയ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കടുത്ത സമ്മർദ്ദം ഉയരുകയാണ്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് ഉറപ്പായ രമേശ് ചെന്നിത്തല തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിണറായിയുടെ വിശ്വസ്തരായ ഈ ഉദ്യോഗസ്ഥൻ പോലീസ് സംഘടന വഴി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റതോടുകൂടി കഴിഞ്ഞ 10 വർഷമായി പോലീസ് സേനയെ നിയന്ത്രിച്ചിരുന്ന ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ പവർ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ്. ആലപ്പുഴയിൽ വെച്ച് നടന്ന മർദ്ദനത്തിൽ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കടുത്ത വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഇവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയും ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയ്ക്കായി പോലീസ് ആസ്ഥാനത്ത് നിന്നും തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക പട്ടികയിൽ നിന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രതികൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരെയും നേരത്തെ തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്ന അനിൽകുമാർ, സന്ദീപ് എന്നിവരാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ തുടരാൻ ആവശ്യം വരുന്നത്. പരമാവധി ആവുന്നത് ശ്രമം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ പിണറായി വിജയനൊപ്പം മുൻപുണ്ടായിരുന്ന എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരോടും അടിയന്തരമായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് തിരികെ റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് മേധാവി കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സംഘടന വഴിയുള്ള ഇവരുടെ പവർ കളി നടക്കുന്നത്. എന്നാൽ മുൻ ഭരണാധികാരികളുടെ തണലിൽ നിയമം കയ്യിലെടുത്തവർക്ക് പുതിയ ആഭ്യന്തര വകുപ്പിൽ യാതൊരു ഇളവും നൽകേണ്ടതില്ലെന്നാണ് UDF നേതൃത്വത്തിന്റെ കർശന നിലപാട്. ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ പോലീസ് സേനയിലെ ശക്തരായ ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് നടപടി തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് R പ്രശാന്ത്, ജനറൽ സെക്രട്ടറി CR ബിജു എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും ദൂരേക്ക് തെറിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ നയം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സുഖസൗകര്യങ്ങളിൽ ഒരേ കസേലായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇരുവരും. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്ന അസോസിയേഷൻ പ്രസിഡന്റ് R പ്രശാന്തിനെ ക്രമസമാധാന ചുമതലയിലുള്ള തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ SHO ആയിട്ടാണ് നിലവിൽ അടിയന്തരമായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. കൊച്ചിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന ജനറൽ സെക്രട്ടറി CR ബിജുവിനെ കൊച്ചി സിറ്റി പോലീസിലേക്കും താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. ബിജുവിനെ ഏത് പോലീസ് സ്റ്റേഷനിലെ ക്രമസമാധാന ചുമതലയിലേക്കാണ് മാറ്റേണ്ടത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അടുത്ത ദിവസങ്ങളിൽ തീരുമാനിക്കും. ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രശാന്തിന്റെയും ബിജുവിന്റെയും സ്ഥലമാറ്റം സംബന്ധിച്ച അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഇരുവരും പോലീസ് യൂണിഫോം പോലും ഇട്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഇവരെ ജനങ്ങളിലേക്ക് ഇറക്കി ലോ ആൻഡ് ഓർഡർ ചുമതലകളിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുമാണ് പോലീസിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ പരിഹസിക്കുന്നത്. അതേസമയം പൊതുവായ ജനറൽ ട്രാൻസ്ഫറിന് കാത്തു നിൽക്കാതെ പ്രത്യേക ഉത്തരവിലൂടെ സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലൊരു സ്ഥലമാറ്റം നടപടി എടുത്തതിന് പിന്നിൽ ശുദ്ധമായ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പോലീസ് അസോസിയേഷൻ ആരോപിക്കുന്നു. മുൻ സർക്കാരിന് അനുകൂലമായി നിന്ന നേതാക്കൾക്കു നേരെ ഇത്തരത്തിലുള്ള വേട്ടയാടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് അവർ പറയുന്നു. എന്നാൽ VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു ശക്തമായ നീക്കം നടത്തിയത് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വലിയ അടിച്ചുപണികളുടെ സൂചന മാത്രമാണ്. കഴിഞ്ഞ ഭരണകാലത്ത് തന്ത്രപ്രധാന കസേരകളിൽ ഇരുന്ന പല പ്രമുഖ ഉദ്യോഗസ്ഥരുടെയും കസേര തെറിക്കുന്ന കൂടുതൽ സ്ഥലമാറ്റം ഉത്തരവുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തിറങ്ങും. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കൈകളിലേക്കോ മുസ്ലിം ലീഗ് എന്ന ചോദ്യമല്ല. എന്തായാലും നട്ടിലുള്ള ആഭ്യന്തരമന്ത്രി വന്നതിൽ പിന്നാലെ നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഓരോന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും അതീവ രാഷ്ട്രീയ അഴിച്ചുപണികൾ തന്നെയാണ് പോലീസ് സേനയിൽ അടക്കം നടക്കുന്നത്. ആ ഒരു അഴിച്ചുപണി തീർച്ചയായിട്ടും ഇത്രയും നാളും സേഫ് പ്ലേ കളിച്ചിരുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ട് എന്ന ഹുങ്കിൽ കളി കളിച്ചിരുന്ന പോലീസ് ഏമാന്മാർക്കാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അധികാരമാറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കാൻ UDF ഭരണകൂടം തീരുമാനിച്ചത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. CPMനെ ആകെ പ്രതിരോധത്തിലാക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് കൊടിസുനി ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളെ അകത്താക്കിയ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ KV ഷൗക്കത്ത് അലി ഈ സംഘത്തിന്റെ തലവനാകുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള വിശ്വസനീയമായ സൂചന. ഭരണമാറ്റത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിലെ വകുപ്പ് വിഭജനം പൂർത്തിയാകുന്നതോടുകൂടി ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് വ്യക്തമാകുന്നത്. മുൻപ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കടുത്ത അവഗണന നേരിടുകയും അപ്രധാന തസ്തികകളിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തിരികെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാത്ത ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായയുള്ള ഷൗക്കത്ത് അലിയെ തന്നെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ
കഴിഞ്ഞ ഭരണകാലത്ത് നിയമം കയ്യിലെടുത്ത പോലീസുകാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകുന്നത്. കേസ് അതിവേഗം അന്വേഷിച്ച് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രതികളായ പോലീസുകാരെ ഉടൻ സസ്പെൻഡ് ചെയ്യാനുള്ള ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിലേക്ക് ഷൗക്കത്ത് അലി എന്ന കരുത്തനായ ഉദ്യോഗസ്ഥൻ കടന്നുവരുന്നതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഒരു കാലത്ത് CPMന്റെ കണ്ണിലെ കരടായിരുന്ന അദ്ദേഹം TP കേസ് അന്വേഷണത്തിനിടയിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായ ഒരു സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും അടിമപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങൾക്ക് എന്നും കടുത്ത ഭയമുള്ള ചുരുക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ ഇടതുഭരണകാലത്ത് ഇദ്ദേഹത്തിന് അർഹമായ പ്രാധാന്യം നൽകാതിരുന്നതിനെ തുടർന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയും ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ചേർന്ന് തന്റെ അന്വേഷണ മികവ് വീണ്ടും തെളിയിക്കുകയും ചെയ്തിരുന്നു. ഈ പുലിയെ തന്നെ പുതിയ UDF സർക്കാർ തിരികെ വിളിച്ച് ആലപ്പുഴയിലെ മർദ്ദന കേസ് ഏൽപ്പിക്കുമ്പോൾ ഇടത് ക്യാമ്പ് വലിയ ആശങ്കയിലാണ്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2023 ഡിസംബർ 15-നാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴയിലെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി ക്രൂരമായി വലിച്ച് തല്ലിച്ചതച്ചതായിരുന്നു കാരണം. പൊതുമധ്യത്തിൽ വെച്ച് ലാത്തിയും വടികളും ഉപയോഗിച്ച് യുവാക്കളുടെ തലയടക്കം മർദ്ദിച്ച ഈ ദാരുണമായ സംഭവത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ന്യായീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത്. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗൺമാന്മാർ നടത്തിയ രക്ഷാപ്രവർത്തനമെന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ പരസ്യമായ ഭരണകൂട പിന്തുണയാണ് പോലീസുകാർക്ക് അന്ന് നിയമത്തിൽ നിന്ന് സംരക്ഷണം നൽകിയത്.